ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയായി മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗർബല്യങ്ങൾ ഏതാണെന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം. ആ ദൗർബല്യങ്ങളുടെ മേലെ നിങ്ങൾ വിജയം നേടുക തന്നെ വേണ്ടിവരും. നമ്മുടെ സമൂഹത്തിലുള്ള 99% പുരുഷന്മാരിലും കാണപ്പെടുന്ന കുറേ വീക്ക്നെസ്സുകളുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള വീക്ക്നെസ്സുകളൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു തരാം. ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അൺസ്റ്റോപ്പബിൾ ആയി മാറുന്നതായിരിക്കും. അതുകൂടാതെ ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 3 ലൈഫ് ചേഞ്ചിങ് ബില്യനെയർ ഹാബിറ്റ്സിനെ കുറിച്ച് പറഞ്ഞു തരാം. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണും. നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുവാൻ ഈ വീഡിയോ കാരണമായേക്കാം. നമ്പർ 1, ഓൾവേസ് ബീയിങ് എ പീപ്പിൾ പ്ലീസർ. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വരാറുണ്ടോ? ഇങ്ങനെ പറഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും, ഇങ്ങനെ ചെയ്താൽ ആളുകൾ എന്ത് വിചാരിക്കും എന്ന്. അതായത് എന്ത് കാര്യം ചെയ്യുമ്പോഴും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവം, പീപ്പിൾ പ്ലീസർ സ്വഭാവം. അവർ തെറ്റായി വിചാരിക്കുമോ? എൻ്റെ ഫ്രണ്ടിന് ഇത് ഇഷ്ടപ്പെടുമോ? എൻ്റെ ക്രഷിന് ഇത് ഇഷ്ടപ്പെടുമോ? എൻ്റെ ബന്ധുക്കൾക്ക് ഇത് ഇഷ്ടപ്പെടുമോ? ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ചും നമ്മൾ അവരെന്ത് ചിന്തിക്കും എന്ന് ചിന്തിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പീപ്പിൾ പ്ലീസർ ആണ്. ഇത് വളരെ മോശമായിട്ടുള്ള ഒരു സ്വഭാവമാണ്. ഇത് നിങ്ങളുടെ വീക്ക്നെസ് ആണ് എന്ന് മനസ്സിലാക്കൂ. ഈ ഒരു സ്വഭാവം കാരണത്താൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ ഓരോ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയൂ. നിങ്ങളുടെ ഈ വീക്ക്നെസ് കാരണത്താൽ ആളുകൾ ഒരുപാട് നിങ്ങളെ മുതലെടുക്കും. അതാണ് ഇതിലൂടെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. കാരണം നിങ്ങളുടെ ഈ വീക്ക്നെസ്സിനെ മുതലെടുക്കുവാൻ വേണ്ടി ധാരാളം പേർ നിങ്ങളുടെ ചുറ്റുമുണ്ട്. നിങ്ങൾ പീപ്പിൾ പ്ലീസറായി മാറുകയാണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും നിങ്ങളെ കൊണ്ട് സന്തോഷിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ നിങ്ങളെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കും. നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയായി മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ശീലം ഇപ്പോൾ തന്നെ ഉപേക്ഷിക്കൂ. നിങ്ങൾ ആദ്യം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് തീരുമാനമെടുക്കൂ. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നുള്ളതിനെ സെക്കൻഡറിയേക്ക് മാറ്റൂ. അവനവന്റെ ഗുണത്തിന് വേണ്ടി ആരെയും നിങ്ങൾ ഉപദ്രവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആരെയും വഞ്ചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ ലാഭമാണ്, നിങ്ങളുടെ ഗുണമാണ് നിങ്ങൾ ഏറ്റവും പ്രയോറിറ്റിയിൽ വെക്കേണ്ട കാര്യം. അത് നിങ്ങളുടെ അധികാരവും നിങ്ങളുടെ ജീവിതത്തെ സ്വയം പ്രതിസന്ധിയിലാക്കിയിട്ട് നിങ്ങൾ ആർക്ക് വേണ്ടിയും പ്ലീസറായി മാറേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ നിങ്ങളുടെ ഗോളിനെ ടോപ്പ് പ്രയോറിറ്റിയിൽ വെക്കുക. അതിനുവേണ്ടി എങ്ങനെയാണോ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്, സംസാരിക്കേണ്ടത്, ജീവിക്കേണ്ടത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് ഈ കാര്യത്തിൽ ചിന്തിക്കാതിരിക്കുക. നിങ്ങൾ ചെയ്യുകയാണെങ്കിലും ചെയ്യാതിരിക്കുകയാണെങ്കിലും, നിങ്ങൾ പറയുകയാണെങ്കിലും പറയാതിരിക്കുകയാണെന്നുണ്ടെങ്കിലും ആളുകൾക്ക് അവരുടെ ഒപ്പീനിയൻ എന്തായാലും ഉണ്ടായിരിക്കും. നിങ്ങൾ നല്ല കാര്യം ചെയ്താലും മോശകാര്യം ചെയ്താലും ആളുകൾക്ക് ഒപ്പീനിയൻ ഉണ്ടാകും. രണ്ട് സൈഡിൽ നിന്നുള്ള ഒപ്പീനിയനും ഉണ്ടാകും. ഒപ്പീനിയനെ കാര്യമായിട്ട് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പ്രതിസന്ധിയിലാവും. അതുകൊണ്ട് ആളുകൾ ഒപ്പീനിയൻ പറയട്ടെ, അവർക്ക് ഇഷ്ടമുള്ളത് അവർ പറയട്ടെ, നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. സ്റ്റീവ് ജോബ്സിന്റെ ഒരു കോട്ട് ഉണ്ട്, ഇഫ് യു വാണ്ട് ടു മേക്ക് എവരിവൺ ഡോണ്ട് ബി എ ലീഡർ, സെൽ ഐസ്ക്രീം. അതായത് നിങ്ങൾക്ക് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരാളായി മാറണമെങ്കിൽ നിങ്ങൾ ഒരു ലീഡറായി മാറേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഐസ്ക്രീം വിറ്റ് നടന്നാൽ മതിയെന്ന്. ഫ്രണ്ട്സ്, നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ചില സംഭവങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ ഉണ്ടാവാറില്ലേ? അത്തരത്തിലൊരു സംഭവം ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ബുക്ക് റെഫർ ചെയ്യണം. രഹസ്യം എന്ന ഈ പുസ്തകം, റോണ്ട ബ്രൻ ആകർഷണ നിയമത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. നിങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്, ചിന്തകളെ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൽ പലതും നേടിയെടുക്കുന്നതിന് റോണ്ട ബ്രൻ ഒരുപാട് രഹസ്യങ്ങൾ ഇതിലൂടെ നമുക്ക് വേണ്ടി പങ്കുവെക്കുകയാണ്. ദ സീക്രട്ട് എന്ന വേൾഡ് ഫേമസ് ബെസ്റ്റ് സെല്ലർ ബുക്കിന്റെ മലയാളം ഓഡിയോ ബുക്ക് സമ്മറി ഈയിടെ എന്നെ വളരെയധികം ആകർഷിച്ച ഒരു ഓഡിയോ ബുക്ക് സമ്മറി ആയിരുന്നു. അത് കുക്കു FM-ൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. ബിക്കോസ് ഞാൻ കുക്കു FM സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുക്കു FM ഇന്ത്യയിലെ ഒരു ലീഡിംഗ് ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമാണ്. ഇന്ത്യൻ ലാംഗ്വേജസിലെല്ലാം നമുക്ക് വളരെയധികം ഓഡിയോ ബുക്ക് സമ്മറീസും ഒറിജിനൽസും പ്രദാനം ചെയ്യുന്ന, നമുക്ക് നോളജിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് കുക്കു FM. കുക്കു FM നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഒരു പുതിയ ഓഫർ നൽകുന്നുണ്ട്. ഈ 2023 ഫസ്റ്റ് മന്തിൽ തന്നെ നിങ്ങൾ കുക്കു FM-ന്റെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 50% ഓഫർ, അതായത് ഒരു മാസത്തേക്ക് 49 രൂപയ്ക്കാണ് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ലഭിക്കുന്നത്. എന്നാൽ ഈ ഓഫർ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഞങ്ങൾ TGM50 എന്ന കൂപ്പൺ കോഡ് നൽകുകയാണ്. ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കുക്കു FM-ന്റെ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓഫറിൽ നിങ്ങൾക്ക് കുക്കു FM-ന്റെ മെമ്പർഷിപ്പ് ലഭിക്കുന്നതാണ്. നമ്മുടെ അറിവിനെ വർദ്ധിപ്പിക്കുവാൻ കുക്കു FM പോലെ നല്ലൊരു ഓപ്ഷൻ നമുക്ക് വേറെ എവിടെന്നാ കിട്ടുക? സോ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചു നോക്കൂ. കുക്കു FM-ന്റെ മെമ്പർഷിപ്പ് എടുക്കൂ. അറിവ് നേടി ജീവിതത്തെ കൂടുതൽ പവർഫുൾ ആക്കൂ. വീഡിയോയിലേക്ക് തിരിച്ചു വരും. രണ്ടാമത്തെ പോയിന്റ്, സ്പെൻഡിങ് മണി അൺനെസസറിലി. അത് സ്വയം സമ്പാദിച്ച പണമാകാം, അല്ലെങ്കിൽ പാരന്റ്സിന്റെ പണമാകാം. നിങ്ങൾ വളരെ വില കൂടിയ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു, ഒരു കൺട്രോളും ഇല്ലാതെ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടി ചെയ്യുന്നു? മറ്റുള്ളവരുടെ മുന്നിൽ ഒന്ന് ഷോ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളൊരു അൺഎൻഡിങ് ട്രാപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ആളുകളുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് പണം ചെലവാക്കുന്ന വ്യക്തികൾക്ക് അവസാനം ഡിപ്രഷനും
ഡിപ്രഷനോ സൂയിസൈഡൽ ടെൻഡൻസിയോ ഒക്കെ വരാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കൂ. ആൾവേസ് ലിവ് ബിലോ യുവർ മീൻസ്. നിങ്ങൾ 20s-ലാണെങ്കിലും 30s-ലാണെങ്കിലും ശരി, നിങ്ങൾ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ നിന്നെല്ലാം കിട്ടുന്ന തരത്തിലുള്ള ലൈഫ് സ്റ്റൈലിനെ ഒരിക്കലും ഫോളോ ചെയ്യാതിരിക്കൂ. നിങ്ങൾ നിങ്ങളുടെ റിയാലിറ്റിയുമായിട്ട് നോക്കിക്കൊണ്ട് വേണം നിങ്ങളുടെ ലൈഫിനെ ഡിസൈൻ ചെയ്യാൻ, ഒരിക്കലും സോഷ്യൽ മീഡിയ നോക്കിക്കൊണ്ടല്ല. നിങ്ങൾ സമ്പാദിക്കുന്ന പണമാണെങ്കിലും ശരി, നിങ്ങളുടെ കയ്യിൽ പാരന്റ്സിൽ നിന്ന് കിട്ടുന്ന പണമാണെങ്കിലും ശരി, നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ശീലം ഉണ്ടാക്കിയെടുക്കൂ. പണം മുഴുവൻ ചെലവാക്കുക, വരുമാനത്തിൽ കൂടുതൽ ചെലവാക്കുക, കടം വാങ്ങി ചെലവാക്കുക, ഈ ശീലങ്ങൾ ഉപേക്ഷിക്കൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള വസ്തുക്കൾ വാങ്ങുന്നതിന് ഒരു തടസ്സം പറയുകയല്ല ഞാനിവിടെ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഷോ ചെയ്യുവാൻ വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ശീലമുണ്ടെങ്കിൽ, എത്ര പണം ഉണ്ടെങ്കിലും എത്ര സാധനങ്ങൾ വാങ്ങിക്കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയില്ല. അതങ്ങനെ ഒരു അവസാനിക്കാത്ത ചക്രമാണ്. അതിന്റെ പിന്നാലെ പോകാതിരിക്കൂ. നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ, മറ്റുള്ളവരുടെ മുന്നിൽ സ്റ്റാറായി മാറാൻ വേണ്ടി ഇങ്ങനെ ചെലവാക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ കയ്യിൽ ഒരു വസ്തു കാണുമ്പോൾ 2 ദിവസം ഒരു അഭിനന്ദനം കിട്ടും. പക്ഷെ പിന്നീട് അവർ അത് മറക്കും. പക്ഷെ നിങ്ങളുടെ ലൈഫ് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നിങ്ങൾ പോലും അറിയുകയില്ല. പക്ഷെ നിങ്ങൾ പരിശ്രമിച്ച് പണം സേവ് ചെയ്ത് അമിതമായി ചെലവാക്കാതെ ആവശ്യമുള്ളത് മാത്രം ചെലവാക്കിക്കൊണ്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നേക്കും ആളുകളുടെ ഇടയിൽ സ്റ്റാറായി മാറും. ചെറുപ്പം മുതൽ തന്നെ നമുക്ക് ഇത്തരത്തിൽ അമിതമായി പണം ചെലവാക്കുന്ന ഒരു ശീലം നിർത്തിയില്ല എങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ EMI എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ലോണുകൾ എടുത്തിട്ട് പല രീതിയിൽ നിങ്ങൾ പണം ഒരുപാട് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. നിങ്ങൾ കടക്കണിയിൽ പെട്ടുപോകും. നിങ്ങളുടെ ജീവിതം തന്നെ ബുദ്ധിമുട്ടിലായി പോകും. ഏറ്റവും പ്രശസ്തരായ വലിയ പണക്കാരെല്ലാം ഉണ്ടല്ലോ, അവർ ഒരിക്കലും വസ്തുക്കൾ വാങ്ങി കൂട്ടിയിട്ടല്ല അവരുടെ വ്യക്തിത്വം കാണിക്കുന്നത്. അവർ അച്ചീവ് ചെയ്യുന്ന പണത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിരിക്കുന്നത്. അവരുടെ സേവിങ്സ്, അവരുടെ അസറ്റാണ് അവർ അവരുടെ വാല്യൂ ആയി കണക്കാക്കുന്നത്, അല്ലാതെ അവരുടെ ഗാഡ്ജറ്റ്സ് അല്ല. അതുകൊണ്ട് ഒരു കോട്ട് ഉണ്ട്, റിച്ച് പീപ്പിൾ ആക്ട് ബ്രോക്ക്, ബ്രോക്ക് പീപ്പിൾ ആക്ട് റിച്ച് എന്ന്. തേർഡ് പോയിന്റ്, യു ഡോണ്ട് കൺസിഡർ യുവർ സെൽഫ് ഗുഡ് ഇനഫ്. കൂടുതൽ ആളുകളും മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശീലമുണ്ട്. അതായത് ഞാൻ ശരിയല്ല, എന്നെ കൊള്ളില്ല എന്ന്. ഒന്നുകിൽ സ്വന്തം ശരീരത്തിന്റെ കാര്യത്തിലാവാം, അല്ലെങ്കിൽ മനസ്സിന്റെ കാര്യത്തിലാവാം. എനിക്ക് ബുദ്ധിയില്ല, എനിക്ക് കഴിവുകളില്ല, എനിക്ക് ഉയരമില്ല, എനിക്ക് നിറമില്ല, എനിക്ക് ഭംഗിയില്ല. ഇങ്ങനെ എനിക്ക് ഇല്ല എന്ന് പറയുന്ന ഒരു ശീലം പൊതുവെ പലരിലും കാണപ്പെടാറുണ്ട്. ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ്, എനിക്കൊരു ആവറേജ് ലുക്കിങ്ങേ ഉള്ളൂ, ഞാനൊരു ചെറിയ സിറ്റിയിലാണ് ജീവിക്കുന്നത്, എന്റെ ലെവൽ വളരെ ലോ ആണ്, എന്നെ ഒന്നിനും കൊള്ളില്ല. ഇങ്ങനെയുള്ള ഇൻസെക്യൂരിറ്റീസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വളരെ വലിയ ബുദ്ധിമുട്ടിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ. ഇങ്ങനെ നിങ്ങൾ ഇൻസെക്യൂരിറ്റീസ് കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ആവാൻ കഴിയില്ല. നിങ്ങൾക്ക് ഉള്ളത് എന്താണെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയണം. ഈ ലോകത്ത് ഒന്നുമില്ലാത്ത പലരും, നിങ്ങൾക്കുള്ള അത്ര പോലും ഇല്ലാത്ത പലരും പലതും നേടിയെടുത്തിട്ടുണ്ട്. അത് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്നൊരൊറ്റ കാര്യം കൊണ്ടാണ്. ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾക്കില്ലാത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ മറന്നേക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക, അതിന്റെ പിന്നാലെ മാത്രം പോകുക. എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിലുള്ള പല ഇൻസെക്യൂരിറ്റീസും വാസ്തവത്തിൽ ഉള്ളത് തന്നെയായിരിക്കും. എന്നാൽ 90% ഇൻസെക്യൂരിറ്റീസും നിങ്ങൾ ചിന്തിച്ചുണ്ടാക്കുന്നതായിരിക്കും എന്നുള്ളതാണ് വാസ്തവം. അതായത് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസിൽ കൂടുതലും നിങ്ങൾ ചിന്തിച്ചുണ്ടാക്കുന്നതാണ്. ചെറിയൊരു ശതമാനം ഇൻസെക്യൂരിറ്റീസിന് ശരിക്കും കാരണങ്ങൾ ഉണ്ടാവുമായിരിക്കും. എന്നാൽ ആ കാരണങ്ങൾ പോലും നിങ്ങൾക്ക് പരിശ്രമിച്ചാൽ ഒരുപക്ഷെ മാറ്റിയെടുക്കുവാൻ കഴിയുന്ന കാര്യങ്ങളുമായിരിക്കും. നിങ്ങൾ അത്തരത്തിൽ പരിശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെയും നിങ്ങളുടെ ഫാമിലിയും ഒക്കെ മറ്റൊരു ലെവലിലേക്ക് മാറ്റിക്കൊണ്ടുപോകാൻ കഴിയും. യു ആർ കൺഫൈൻഡ് ഓൺലി ബൈ ദ വാൾസ് യു ബിൽഡ് യുവർ സെൽഫ്. പോയിന്റ് 4, സീക്കിംഗ് സിമ്പിൾ പ്ലഷേഴ്സ്. ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിത് എഴുതി തരാം. ആളുകൾക്ക് പെട്ടെന്ന് കിട്ടുന്ന സന്തോഷത്തിന്റെ പിന്നാലെ പോകുന്ന ഒരു ദൗർബല്യമുണ്ട്. ദീർഘകാലം പരിശ്രമിച്ച് നേടുന്ന സന്തോഷത്തെക്കാൾ കൂടുതൽ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, പെട്ടെന്ന് കിട്ടുന്ന സന്തോഷത്തിന്റെ പിന്നാലെ പോവുക എന്ന ശീലമുണ്ട്. അത് പാർട്ടികളിൽ പങ്കെടുക്കുന്നതാവട്ടെ, മദ്യപിക്കുന്നതാവട്ടെ, പുകവലിക്കുന്നതാകട്ടെ, റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നതാവട്ടെ, ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാവട്ടെ, പെട്ടെന്ന് സന്തോഷം കിട്ടുന്ന പലതരം ശീലങ്ങളിൽ മനുഷ്യർ കുടുങ്ങിക്കിടക്കുകയാണ്. മറ്റുള്ളവരെ ഗോസിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക, സംസാരിച്ച് സമയം കളഞ്ഞുകൊണ്ടിരിക്കുക, ഫ്രണ്ട്സിന്റെ കൂടെ വെറുതെ ചുറ്റിയടിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് ശീലങ്ങൾ നമ്മുടെ സമയം വേസ്റ്റ് ആക്കുന്ന, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്ന ശീലങ്ങളുണ്ട്. അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ അവതാളത്തിലാക്കുന്ന ശീലങ്ങളാണിത്. ഇങ്ങനെ ജീവിക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സക്സസ്ഫുൾ ആവാൻ കഴിയില്ല. അതുകൊണ്ട് ഇത്തരം പെട്ടെന്ന് സന്തോഷം കിട്ടുന്ന കൊച്ചു കൊച്ചു ശീലങ്ങൾ, ദുശീലങ്ങൾ, ഇതിന്റെ ഒന്നും പിന്നാലെ പോകാതിരിക്കുക. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഡോപ്പമൈൻ ഉണ്ടാക്കി തരുന്ന ശീലങ്ങളായിരിക്കും. പക്ഷെ ദീർഘവീക്ഷണമില്ലാത്ത ആനന്ദം നിങ്ങൾ അനുഭവിക്കാൻ പിന്നാലെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ഒരു സൈക്കിളിൽ പെട്ടുപോകും. പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ദീർഘകാലത്തേക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു ശീലമില്ലാതെയാകും. ഇത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. ഒരു കാര്യം ഓർമ്മിച്ചോളൂ, നിങ്ങൾക്ക് ഇൻസ്റ്റന്റ്ലി പ്ലഷർ തരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് ദുഃഖം തരുന്നവയായിരിക്കും. ഇത്തരത്തിലുള്ള ഇൻസ്റ്റന്റ് പ്ലഷറുകളാണ് നിങ്ങൾ കൂടുതലും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എങ്കിൽ, അതിന്റെ പിന്നാലെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഫ്യൂച്ചർ വളരെ വലിയ വിഷമ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതം പെട്ടെന്ന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളുടെ പിന്നാലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പോക്ക് അപകടത്തിലേക്കാണ്. നിങ്ങൾ അത് വളരെയധികം ശ്രദ്ധിച്ചുകൊള്ളുക. ഇപ്പോൾ തന്നെ അതിന് നിയന്ത്രണം ഏർപ്പെടുത്തുക. തീർച്ചയായിട്ടും നിങ്ങൾ ദീർഘകാലത്തേക്കുള്ള പരിശ്രമങ്ങൾ ചെയ്യുന്നതിന്റെ ഒപ്പം ഇടയ്ക്ക് എൻജോയ് ചെയ്യുവാനും സമയം കണ്ടെത്തണം. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ കൂടുതൽ സമയവും കൂടുതൽ എനർജിയും ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്ന കാര്യങ്ങളുടെ പിന്നാലെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക്
നിങ്ങൾക്ക് ശരിക്കും ഗുണം ചെയ്യുന്ന സന്തോഷം നിങ്ങൾ നേടണമെങ്കിൽ, നിങ്ങൾക്ക് ശരിക്കും ഗുണമുള്ള കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ 4-5 വർഷത്തെ പരിശ്രമം ഉണ്ടാവും. 4-5 വർഷം നിങ്ങൾ കഷ്ടപ്പാട് മാത്രമായിരിക്കും അനുഭവിക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് അതിന്റെ ഇടയിൽ സന്തോഷം കിട്ടിക്കൊള്ളണമെന്ന് പോലും ഇല്ല. പക്ഷെ അങ്ങനെ കിട്ടുന്ന സന്തോഷം നിങ്ങൾക്ക് കുറച്ചു കാലത്തേക്ക് നിലനിൽക്കുന്ന തരത്തിലുള്ള സന്തോഷമായിരിക്കും. അത് മൊമെന്ററി പ്ലഷർ ആയിരിക്കില്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു കോട്ട് നിങ്ങൾ ഓർമ്മ വെച്ചോളൂ. The depth of your struggles determines the height of your success. Next point, having a toxic friend circle. അതായത് നിങ്ങളെ എപ്പോഴും കേടുവരുത്തുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളെ കളിയാക്കുകയും നിങ്ങളുടെ നന്മകളെ കാണാതിരിക്കുകയും നിങ്ങളുടെ വളർച്ച ആഗ്രഹിക്കാതെ നിങ്ങളെ കേവലം സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളിൽ മാത്രം മുഴുകിയിരിക്കുകയും വെറും തമാശ മാത്രം ജീവിതത്തിൽ കാണിക്കുകയും ജീവിതത്തിന് സീരിയസ്നെസ് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഫ്രണ്ട്സ്. ഒറ്റനോട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അവർ നിങ്ങളെ ഹാപ്പി ആക്കുന്നുണ്ടെന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുക. പക്ഷെ വാസ്തവത്തിൽ അതൊരു ടോക്സിക് റിലേഷൻ ആയിരിക്കും, ടോക്സിക് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ചില ബാഡ് ഹാബിറ്റുകൾ പഠിപ്പിച്ചു തരുന്ന സുഹൃത്തുക്കൾ, നിങ്ങളുടെ ജീവിതത്തിലെ ടൈം, നിങ്ങളുടെ എനർജി ഇതിനൊന്നും വാല്യൂ കൊടുക്കാതെ അതെല്ലാം വേസ്റ്റ് ആക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് കൂട്ടുകെട്ട് തരുന്ന സുഹൃത്തുക്കൾ. ഇങ്ങനെയുള്ള ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുന്നതും പെരുമാറുന്നതെല്ലാം നിങ്ങൾ ലിമിറ്റഡ് ആക്കി മാറ്റും. നിങ്ങൾ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ, അതായത് ഞാൻ ഈ പറഞ്ഞ സുഹൃത്തുക്കൾ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾ സ്വയം ഒന്നുമായി മാറുകയുമില്ല, മറ്റുള്ളവരെയോ ഒന്നും ആവാൻ അനുവദിക്കുകയുമില്ല. അങ്ങനെയുള്ള സുഹൃത്തുക്കളാണ്. ടൈം വേസ്റ്റ് ചെയ്ത് തരിക എന്നൊരൊറ്റ കാര്യമാണ് ഇവരെ കൊണ്ട് ചെയ്യാൻ കഴിയുക. മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് ദുശീലങ്ങൾ പഠിപ്പിച്ചു തരും, നിങ്ങളുടെ നന്മകളെല്ലാം കുറഞ്ഞു പോകും. മാത്രമല്ല നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ച് ഒരു സീരിയസ്നെസ്സും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇത്തരം ഫ്രണ്ട്സിന്റെ കൂടെ സമയം ചെലവാക്കരുത്. അതിൽ നിന്ന് പരമാവധി കട്ട് ഓഫ് ചെയ്യും. നിങ്ങൾ അതിനേക്കാൾ നല്ല ഫ്രണ്ട്സിനെ അർഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള അർഹതയുണ്ട് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കൂ. നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഫ്രണ്ട്സിനെ ഉപേക്ഷിക്കുന്ന സമയത്ത് ആ ഫ്രണ്ട്സിനോടൊപ്പം ചുറ്റിക്കറങ്ങാനൊക്കെ പോകാതിരിക്കുമ്പോൾ ഫ്രണ്ട്സ് ഇല്ലാതെയാകും എന്ന ഭയമുണ്ടാകും. പക്ഷെ നിങ്ങൾ അങ്ങനെയുള്ള ഫ്രണ്ട്സിൽ നിന്നും രക്ഷപ്പെടുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിലവാരമുള്ള ഫ്രണ്ട്സിനെ കിട്ടുകയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹൈ ലെവൽ ഫ്രണ്ട്സിനെ ലഭിക്കുവാനുള്ള അർഹതയുണ്ടെന്ന് മനസ്സിലാക്കൂ. ഇല്ല എന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഉള്ളതിനേക്കാൾ ഭേദം നിങ്ങൾക്ക് ഫ്രണ്ട്സേ ഇല്ലാതിരിക്കുന്നതാണ്. നിങ്ങൾ വിജയിയാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള ഫ്രണ്ട്സിൽ നിന്ന് അകലം പാലിക്കൂ. ഈ കോട്ട് മനസ്സിൽ ഓർമ്മ വെച്ചോളൂ. ഈഗിൾസ് ഡോണ്ട് ഫ്ലൈ വിത്ത് പിജിയൺ, സോ വൈ സറൗണ്ട് യുവർസെൽഫ് വിത്ത് ലൂസേഴ്സ്. ഇനി നിങ്ങൾക്ക് ഞാൻ ചില ബോണസ് ടിപ്പുകൾ പറഞ്ഞു തരികയാണ്. ഇത് ചില ബില്യണിയർ ഹാബിറ്റുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ ഹാബിറ്റാണ് പ്രീ പ്ലാൻ യുവർ ഡേ. ഒരു ദിവസത്തേക്ക് വേണ്ട എല്ലാ പ്ലാനുകളും തലേദിവസം കിടക്കുന്നതിന് മുമ്പ് തന്നെ പ്രീ പ്ലാൻ ചെയ്യുക എന്നുള്ളത് ബില്യണേഴ്സിന്റെ ഒരു ഹാബിറ്റാണ്. നിങ്ങൾ തലേദിവസം തന്നെ നാളേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം വേസ്റ്റ് ആവുന്നത് വളരെയധികം കുറയും. നിങ്ങളുടെ ഒരു ദിവസം നല്ല സ്കെഡ്യൂൾഡായിട്ട് മുന്നോട്ട് പോകും. ഇങ്ങനെ ഡെയിലി ബേസിസിൽ ഗോൾ അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പഠിക്കൂ. നമ്പർ 2, നോ ദ കൺസെപ്റ്റ് ഓഫ് കമ്പൗണ്ടിങ്. അതായത് നമ്മൾ എന്തൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും അത് തുടക്കത്തിൽ വളരെ പതുക്കെയായിരിക്കും വളരുക. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ അത് ദ്രുതഗതിയിൽ വളരാൻ തുടങ്ങും. ഒരു സമയത്ത് വളരെ പതുക്കെ വളർന്നിരുന്ന കാര്യം പിന്നീട് 10x 100x സ്പീഡിലായിരിക്കും വളരുക. അതുകൊണ്ട് നിങ്ങൾ എന്തൊരു കാര്യം തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും ആദ്യം തന്നെ അതിൽ സക്സസ് പ്രതീക്ഷിക്കരുത്. കൺസിസ്റ്റൻസിയോടുകൂടി പ്രവർത്തിക്കുവാൻ നിങ്ങൾ ശീലിക്കൂ. കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങളുടെ നല്ല കാലം വന്നു ചേരുക തന്നെ ചെയ്യും. ഒരു കൃത്യമായ സമയം വരട്ടെ എന്നിട്ട് ഞാൻ കൂടുതൽ ചെയ്യാം ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരിക്കരുത്. ചെയ്തുകൊണ്ടേയിരിക്കുക. കൃത്യമായ സമയം വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ആ സമയത്തും ആക്ഷനിൽ ബിസി ആയിരിക്കണം. നമ്പർ 3, നോ റിജക്ഷൻ ഈസ് ഫൈനൽ. നിങ്ങൾ ഫെയിലിയറെ ഭയന്നുകൊണ്ട് ഒരിക്കലും എവിടെയും നിന്നു പോകരുത്. ആരാണോ തോൽവിയെ സമ്മതിക്കാതിരുന്നവർ അവരാണ് ഉയരങ്ങളിലേക്ക് എത്തിയവർ. തോൽവി സംഭവിക്കുമ്പോഴേക്കും ഞാനൊരു പരാജയമാണെന്ന് നിങ്ങൾ ഒരിക്കലും വിധി എഴുതരുത്. തോൽവികൾ സംഭവിച്ചിട്ട് തന്നെയാണ് വിജയികൾ വിജയം നേടിയെടുത്തിട്ടുള്ളത്. എന്നാൽ അവർക്കുണ്ടായ ഒരേ ഒരു വ്യത്യാസം അവർ തോറ്റെടുത്ത് നിന്നില്ല എന്നുള്ളതാണ്. തോൽവി ഒരു എൻഡല്ല, ഒരു ബെൻഡാണ്. നമ്മൾ വേറൊരു രീതിയിൽ പ്രവർത്തിക്കണമെന്നാണ് തോൽവി നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തോൽവികൾ സംഭവിക്കുന്ന സമയത്ത് എന്റെ ജീവിതത്തിന് ഇനി ഒന്നിനും കൊള്ളില്ല എന്ന രീതിയിലൊന്നും ചിന്തിക്കാതിരിക്കുക. ജീവിതത്തെ വേറൊരു ദിശയിലേക്ക് അല്ലെങ്കിൽ ചെയ്ത കാര്യത്തിനെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ട് വീണ്ടും ചെയ്യുവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയമുണ്ടാകും. ഒരു കാര്യം ചിന്തിക്കുക, നിങ്ങൾ വീണതുകൊണ്ട് ഒരിക്കലും പരാജയപ്പെടുന്നില്ല. വീണടത്തുനിന്ന് എണീക്കാതെ കിടക്കുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ പരാജയപ്പെടുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ ജീവിതത്തെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ള ടിപ്സാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നൽകിയത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കൂ. വീഡിയോ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.